മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോ എല്ലാവരും കണ്ട് റെമഡി ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എല്ലാം എഫക്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേക്കിംഗ് വീഡിയോ ആണ്, ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടന്റ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോണത് rizwa ആണ്. അപ്പോൾ നമുക്ക് ആദ്യം rizwaനെ പരിചയപ്പെട്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ rizwa ആണിത്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എന്താണെന്ന് പറയും. ഇന്ന് കുക്കിംഗ് അല്ല, ആക്ച്വലി നമ്മളൊരു ബേക്കിംഗ് ആണ് ചെയ്യുന്നത്. കുനാഫ പുഡിങ്ങും ബൺ കേക്ക് അല്ലെങ്കിൽ ഒരു ലോഫ് കേക്ക്. അപ്പോൾ ഈ കുനാഫ എന്ന് പറയുന്ന സാധനം അറിയാൻ പാടില്ലാത്ത വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. കുനാഫ ഒരു മിഡിൽ ഈസ്റ്റേൺ ഡെസേർട്ട് ആണ്. പല ടൈപ്പിൽ നമുക്ക് കുനാഫ ഉണ്ടാക്കാം. ചിലർ മൊസറല്ല കൊണ്ട് ഉണ്ടാക്കും. മോസ്റ്റ്ലി ഇത് ട്രഡീഷണലി അക്കാവി എന്ന് പറഞ്ഞിട്ടൊരു ചീസ് കൊണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഒരു കുനാഫ പുഡിങ് ആണ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ rizwa എനിക്ക് പറഞ്ഞു തരുവാണ് ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് rizwa എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് rizwa തന്നെ പറഞ്ഞുതരും. നമുക്ക് വേണ്ടത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഫുൾ ഫാറ്റ് മിൽക്ക് വേണം, ക്രീം വേണം, കോൺഫ്ലോർ വേണം, ഓൾ പർപ്പസ് ഫ്ലോർ വേണം. മോസ്റ്റ്ലി കുനാഫ ഡോ മസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തോ. ഇത് ഫ്രഷ് ക്രീം ആണ്. ഓക്കെ, ഒരു കപ്പ് അല്ല, ഫ്രഷ് ക്രീം ഒരു കപ്പ്. ഈ മിൽക്ക് ഫുൾ ഒഴിക്കും? ഇല്ല, ഒരു ഹാഫ് കപ്പ് മിൽക്കാണ്. മതിയോ? മതി. ഇനി നമ്മൾ ക്രീം ചീസ് ഈ മിൽക്കിലേക്ക് ഒഴിക്കണം. ഓക്കെ, 3 tablespoons ഓഫ് ക്രീം ചീസ്. ചീസും പാലും ക്രീമും നന്നായിട്ട് വിസ്ക് ചെയ്യണം. ആദ്യം വിസ്ക് ചെയ്തിട്ട് വേണം നമ്മളിത് ബോയിൽ ചെയ്യാൻ. മൈദയും 2 ടേബിൾ സ്പൂൺ വേണം. സെയിം തന്നെ മെഷർമെന്റിൽ കോൺഫ്ലോർ വേണം. അപ്പോൾ നമുക്ക് ഈ എടുത്തേക്കുന്ന മൈദയിലോട്ട് നമ്മൾ ഈ വിസ്ക് ചെയ്ത് വെച്ചേക്കുന്ന ഇത്തിരി ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് പേസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ലംസ് ഒന്നും പാടില്ല. ഇനി നമ്മളിത് ഡയറക്റ്റ് ബേസിലേക്ക് ഒഴിക്കണം. അപ്പം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചത് ഈ പാനിലോട്ട് ഒന്ന് പയ്യെ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ 3 ടീസ്പൂൺസ് ഓഫ് ഷുഗർ ഇതിലേക്ക് ഇടണം. ഇനി നമ്മൾ ഫ്ലേവറിങ് ആഡ് ചെയ്യണം. ഞാൻ റോസ് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. പുഡിംഗ് ആയതുകൊണ്ട് ക്യാൻ ഓൾസോ ആഡ് വാനില ഇൻസ്റ്റഡ്. രണ്ടും ചേർക്കരുത്, ഒന്നെങ്കിൽ റോസ് വാട്ടർ ഓർ വാനില എസൻസ്. എന്നിട്ട് നല്ലോണം സ്റ്റർ ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കുന്നതാണ്. സോ നമ്മളുടെ കുനാഫയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ആൻഡ് ക്രീമി ആണല്ലേ. ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇത് കഴിയുമ്പോഴേക്കും നമ്മളൊരു ജസ്റ്റ് ഒരു ക്ലിങ് ഫിലിം ഇട്ടതൊന്ന് കവർ ചെയ്യുക. ടോപ്പ് ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുക. ഇത് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള കുനാഫ ഡവ് ആണ്. അതിൽ നിന്ന് ഒരു ഇത്തിരി എടുത്ത് നമ്മൾ ഈ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. സോ ഇത് നമ്മൾ നന്നായിട്ട് ഇനി ഷ്രെഡ് ചെയ്തെടുക്കണം, ചെറിയ ചെറിയ പീസായിട്ട്. അപ്പോൾ rizwa ഉണ്ടാക്കിയ കുനാഫയുടെ ഡോ നമ്മൾ ഷ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു റോസ്റ്റ് ചെയ്തെടുക്കാം, ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. സോ നമ്മുടെ ഇത് നമ്മൾ മൈൽഡ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം ആൻഡ് ലെയർ. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം അത് ബീറ്റ് ചെയ്തെടുക്കും. നമ്മൾ ഈ വിപ്ഡ് ക്രീം നമ്മളുടെ അഷ്ടയിൽ ഫോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോർമൽ കുനാഫ പുഡിംഗ് ആണ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് ഓറിയോ. ഫസ്റ്റ് ലെയർ നമ്മൾ റോസ്റ്റ് ചെയ്ത കുനാഫയുടെ കുറച്ച് ഒരു ഇത്തിരി ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു സെക്കൻഡ് ലെയർ. നമ്മുടെ നോർമൽ കുനാഫ പുഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഓറിയോ കുനാഫ പുഡിംഗ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് ഇത്തിരി ഈ ഒരു ബൗളിലോട്ട് മാറ്റുവാണ്. അത് ബിസ്ക്കറ്റ് മാത്രമാണല്ലേ? ക്രീം ക്രീമുണ്ട്. ക്രീമും ഉണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഇത്തിരി മതി അല്ലേ,
ഒരു ഇത്തിരി അടിയിൽ ലെയർ ചെയ്യാം ഗ്ലാസിൻ്റെ. മറ്റേ ഓറിയോടെയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഒരു ടോപ്പ് ലെയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ലെയറും കൂടി ഒരിത്തിരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയത് നമുക്കിന്ന് കഴിച്ചു നോക്കാം. ഇത് ഒരെണ്ണം ഓറിയോ, ഒരെണ്ണം നോർമൽ കുനാഫ പുഡിംഗ് ആണ്. ഇതാണ് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം എന്തെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടാണ് ഇത്ര ലെങ്ത് തോന്നിയത്, അല്ലെങ്കിലും ഈസിയാണ്, ഭയങ്കര ഈസി. അടുത്ത നമുക്ക് ഓറിയോ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഓറിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും റിസ്വയുടെ ഇൻസ്റ്റഗ്രാം ID ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൂടി മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടിയിലൊരു ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനിയും ഇതുപോലെ വീഡിയോസ് ഞാൻ ഹെൽപ്പ് ചെയ്ത് തന്നെ. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.